ഈ 3 ടേം വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അവരെ വീണ്ടും നോ ഒരു സ്ഥലത്തും ലംഘിച്ചില്ല. മലപ്പുറം ജില്ലയിൽ അങ്ങനെ 3 ടേം വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആരെയും ഇതുവരെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അവർക്ക് ആർക്കും എക്സംഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും മത്സര രംഗത്തുണ്ടെങ്കിൽ അത് പാർട്ടി വളരെ ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കും. പെരുവള്ളൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഇന്നലെ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നു. ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ഒരു ആൾ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹി തന്നെ, അദ്ദേഹം 3 തവണ മത്സരിച്ച് ആളാണ്. അല്ല, ഞാൻ പറഞ്ഞ മാനദണ്ഡം മറികടന്നുകൊണ്ട് ഒരാളെ മത്സരിപ്പിക്കാൻ സമ്മതിക്കൂല. അങ്ങനെ നോമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ മരവിപ്പിക്കും. നിലവിലുള്ള വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും നോമിനേഷൻ എവിടെയെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും, പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ. ഈ പി.വി. അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ചേർത്തിരുത്തെന്ന് പറയുമ്പോഴും ഇപ്പോഴും അദ്ദേഹം അതിന് വാതിൽ തുറന്നിട്ടില്ല. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നോമിനേഷന് ബാക്കിയുള്ളത്. എന്താണ് അതിനകത്തൊരു തീരുമാനം? അല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധാനം ഉണ്ടല്ലോ, അവരാണത് വ്യക്തത രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശികമായുള്ള ചില സ്ഥലങ്ങളിൽ അൻവറുമായിട്ട് നീക്കുപോക്കുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അത് UDF ആണോ മുസ്ലിം ലീഗാണോ? അല്ല, മുസ്ലിം ലീഗ് UDF എന്നുള്ള നിലയ്ക്കല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞങ്ങൾ മത്സരിക്കുന്ന UDF ആയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അൻവറിന് സ്വാധീനമുള്ള മേഖലയിലൊക്കെ തന്നെ അൻവറുമായിട്ട് സഹകരിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. പിന്നെ എന്താണ് അത് അതിനൊരു തടസ്സമായി നിൽക്കുന്നത്? അല്ല, തടസ്സം സംസ്ഥാന തലത്തിൽ ചിലപ്പോൾ ഒരു തീരുമാനം വരാനുള്ള ഒരു താമസമായിരിക്കും. സംസ്ഥാന തലത്തിൽ അതിന് കിട്ടിയില്ലല്ലോ, ഇനിയും വരാൻ സമയമില്ല. അല്ല, സമയം ഇനിയുണ്ടല്ലോ. നോമിനേഷൻ കൊടുക്കാനാണുള്ളൂ. അതെ, അത് കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞാലും നാളെയും മറ്റന്നാളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം വരാം. UDF-നൊപ്പം നിന്നില്ലെങ്കിലും മുസ്ലിം ലീഗ് അല്ല, ഞങ്ങൾ ചില ഭാഗങ്ങളിൽ ഞങ്ങൾ അവരുമായിട്ട് പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്കുകൾ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പാർട്ടി ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ്, യാതൊരു സംശയം അക്കാര്യത്തിലില്ല. തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ ഉണ്ടാകും. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അബ്ദുൽ ഹമീദ് മാഷ് പറയുന്നത്. അൻറൂബി ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.